വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വിധി എഴുതി കഴിഞ്ഞു നിലമ്പൂർ ജനത. പോളിംഗ് 73.22% രേഖപ്പെടുത്തിയത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് മാങ്കുത്ത് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടക്കം 263 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. വിവരങ്ങൾ നൽകാൻ നിലമ്പൂരിൽ നിന്നും PV കുട്ടൻ, നിർവൻ ചക്രവർത്തി എന്നിവർ ചേരുകയാണ്. ആദ്യം PV കുട്ടനിലേക്ക്. PV കുട്ടൻ, 73% ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയാം. എന്തായാലും ആവേശത്തോടു കൂടി തന്നെ നിലമ്പൂർ ജനത തെരഞ്ഞെടുപ്പിനെ സ്വീകരിച്ചു. പോളിംഗിന് ശേഷമുള്ള മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രതികരണവും കണ്ടു. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ക്യാമ്പ് അല്ലേ? അസിത പറഞ്ഞതുപോലെ തന്നെ ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം കഴിഞ്ഞ ഈ 23 ദിവസമായി വലിയ പ്രചാരണ കോലാഹലങ്ങൾ കണ്ടതാണ് നിലമ്പൂർ. ഈ പ്രചാരണത്തിൻ്റെ എല്ലാ ആവേശവും വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൂല കാലാവസ്ഥ, അതായത് രാവിലെ നമ്മൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഒരു 5 മണിക്കൊക്കെ എത്തുമ്പോൾ ഈ മോക്ക് പോളിന് മുമ്പായി എത്തുന്ന ഘട്ടത്തിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലയിലും മലയോര മേഖലയിലുമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ആശങ്കയുണ്ടായിരുന്നു വോട്ടർമാർ അങ്ങനെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുമോ എന്നുള്ളത്. പക്ഷേ രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ കണ്ട എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാരുടെ സാമാന്യം ഭേദപ്പെട്ട ക്യൂ ഉണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ടർമാരൊക്കെ പരമാവധി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. സാധാരണ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ കാണാറ് വൈകിട്ട് 6 മണിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കഴിയുന്ന ഘട്ടത്തിൽ വലിയ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് പല ബൂത്തുകളിലും കാണാൻ സാധിക്കും. അവർക്ക് പ്രത്യേക ടോക്കണൊക്കെ നൽകിയാണ് പിന്നീട് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാറ്. ഒടുവിൽ ഒരു 9 മണിക്കൊക്കെ പോളിംഗ് കഴിഞ്ഞ അനുഭവങ്ങൾ പല സ്ഥലത്തും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെ അത്തരത്തിൽ രാത്രിയിലൊക്കെ വോട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ നിലമ്പൂരിലെ ഒരു പ്രത്യേകത, ഇവിടെ ഉച്ചയോടുകൂടി തന്നെ ഭൂരിഭാഗം വോട്ടുകളും പോൾ ചെയ്തു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് സ്റ്റേഷനിലൊക്കെ ഒറ്റക്കും തെറ്റക്കുമായി വരുന്ന ആൾക്കാർ മാത്രമായിരുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു ആശങ്ക, ഈ പോളിംഗ് ശതമാനം കുറയുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ 76.6% 2021 തെരഞ്ഞെടുപ്പിലെ പോളിംഗ്. ഇത്തവണ ഒരു 5 മണിയാകുമ്പോഴേക്കും 70% കടന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു 73-74 എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് വന്നിരിക്കുന്നു. 73.26 എന്നുള്ളതാണ്. അത് സാമാന്യം ഭേദപ്പെട്ട നല്ല ഒരു ബൈ ഇലക്ഷൻ സംബന്ധിച്ച് പ്രതികൂല കാലാവസ്ഥയൊക്കെ സംബന്ധിച്ച് വളരെ മികച്ചൊരു പോളിംഗ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇരു മുന്നണികളും. LDFിൻ്റെ പ്രതീക്ഷ എന്നുള്ളത് LDFിൻ്റെ വളരെ നേരത്തെ വളരെ മറ്റൊരു സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനാണ് LDF ഇവിടെ ആവിഷ്കാരം നൽകിയത്. ഇവിടെ പ്രത്യേക ക്ലസ്റ്ററുകളാക്കി ബൂത്തുകളെയൊക്കെ ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് അവിടെ സംസ്ഥാന നേതാക്കൾക്കും ജില്ലാ നേതാക്കൾക്കുമൊക്കെ ചാർജ് നൽകിക്കൊണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ള സംഘടനയെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചലിപ്പിക്കുക എന്നുള്ളതാണ്. അത് പരിപൂർണമായി വിജയിച്ചു എന്നുള്ളതാണ് LDFിൻ്റെ ആത്മവിശ്വാസം. ഏതാണ്ട് 90% LDF പ്രതീക്ഷിക്കുന്ന വോട്ടർമാരെ 90% പേരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് UDFിൻ്റെ കേന്ദ്രങ്ങളിൽ പോലും അവിടെയുള്ള LDFിൻ്റെ വോട്ടർമാരെ, LDFിൻ്റെ അനുഭാവികളെ, LDFിന് വോട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നവരൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി LDFിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷ LDFിനുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ M സ്വരാജ് ഉണ്ടാക്കിയുള്ള ഒരു ഹൈപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ കൊട്ടിക്കലാശം വരെ ഇന്നലെ നിശബ്ദ പ്രചരണത്തിൽ, അതോടൊപ്പം തന്നെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഓരോ പോളിംഗ് സ്റ്റേഷനും അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു അനുഭവമുണ്ട്. എത്ര സ്നേഹവായ്പോടു കൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അതൊരു വലിയ മൈലേജ് ആയിരുന്നു LDFിനെ സംബന്ധിച്ച്. M സ്വരാജ് എന്ന് പറയുന്ന ഒരു പൊതു സമ്പന്നനായ, എല്ലാവർക്കും സ്വീകാര്യനായ, യുവജനങ്ങൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ട സ്വരാജിനെ മത്സരിപ്പിക്കുക വഴി വലിയൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയായിരുന്നു LDF നിലമ്പൂരിൽ പയറ്റിയത്. CPIMൻ്റെ പാർട്ടി ചിഹ്നത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ഥാനാർത്ഥി വരുന്നത്. അതും പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ LDF സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തിയ ഈ 1800 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് വന്ന് ജനങ്ങളോട് സംവദിക്കുന്നു. CPIMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ്റെ പ്രചാരണത്തിന് എത്തുന്നു. സാധാരണ നമ്മൾ കാണാത്തതാണ്. കാരണം CPIMൻ്റെ ജനറൽ സെക്രട്ടറി അങ്ങനെ ബൈ ഇലക്ഷന് വരിക എന്നതൊക്കെ വളരെ അപൂർവമായ കാര്യമാണ്. അത്തരത്തിൽ വളരെ സീരിയസ് ആയി, വളരെ ഗൗരവത്തോടുകൂടി പാർട്ടി തെരഞ്ഞെടുപ്പിനെ കാണുന്നു. സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഴ്ചകളോടെ ഈ ക്ലസ്റ്റർ യോഗങ്ങൾ, ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്തിലെ പ്രവർത്തകർ പങ്കെടുക്കുന്ന ക്ലസ്റ്റർ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തെ CPIMൻ്റെയും LDFിൻ്റെയും ഏറ്റവും മികവാർന്ന പ്രവർത്തനമാണ് ഇവിടെ
പ്രവർത്തിച്ചിരുന്നത്. ആ പ്രവർത്തനമാണ് നമ്മളിവിടെ കണ്ടത്. അതൊക്കെ വോട്ടായി മാറും എന്നുള്ളൊരു വലിയ പ്രതീക്ഷ LDF-നുണ്ട്. അതോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ UDF-ന്റെ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ UDF വലിയ വിജയപ്രതീക്ഷയിലാണ്. 10,000 വോട്ടുകൾക്ക് ഒക്കെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് UDF പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് PV അൻവർ ഫാക്ട്. PV അൻവർ വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ അദ്ദേഹം കുട്ടിക്കലാശമൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിലും നിരന്തരം ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്താ സമ്മേളനമൊക്കെ നടത്തി തൻ്റെ സാന്നിധ്യം അദ്ദേഹം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ PV അൻവർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളത് സ്വാഭാവികമായും നിലമ്പൂരിലെയും കേരളത്തിലെ ജനങ്ങളും നോക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ സ്വാധീനമുണ്ടോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന് ഉൾപ്പെടെ തീരുമാനിക്കപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പാണ്. BJP പക്ഷെ ഒരു മികച്ച നിലയിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. കാരണം UDF തന്നെ സംഭാവന നൽകിയ ഒരു സ്ഥാനാർത്ഥിയാണ് BJPക്ക് വേണ്ടി ഇവിടെ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർക്ക് അത്തരത്തിലൊരു ആവേശം ദൃശ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ടിംഗ് നിലയിലേക്ക് BJP എത്തുമ്പോൾ ഇപ്പോൾ ഏതായാലും പറയാൻ വേണ്ടി സാധിക്കില്ല. ഏതായാലും വാശിയേറെ 23 ദിവസങ്ങളുടെ പ്രചാരണത്തിന് ശേഷം നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ ആ ഒരു പ്രചാരണത്തിൻ്റെ വീറും വാശിയുമൊക്കെ നമുക്ക് ഈ പ്രതികൂല കാലാവസ്ഥയെ പോലും മറികടന്നുകൊണ്ട് പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാരിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അസിത. ശരി കുട്ടൻ, ആവേശകരമായി തന്നെ നിലമ്പൂർ ജനത വോട്ടെടുപ്പിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 3 ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ് ഫലം അറിയാൻ. വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പോളിംഗിന് ശേഷവും മുന്നണികളും സ്ഥാനാർത്ഥികളും. കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടിക്കിഴിക്കലുകളുടെ മണിക്കൂറുകൾ കൂടിയാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത്. ഈ വോട്ടിംഗ് ശതമാനം അത് അനുകൂലമാണ് എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിടത്തും 6 മണിക്ക് ശേഷം ക്യൂ ഉണ്ടായില്ല. രാവിലെ മുതൽ തന്നെ പൊതുവിൽ ആളുകൾ വളരെ സുഗമമായി വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു.